നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് വേണ്ടത്ര ആഹാരം, വസ്ത്രം, പാർപ്പിട സൗകര്യം, ശുദ്ധജലം, ആരോഗ്യ സുരക്ഷ, വിദ്യാഭ്യാസം, തൊഴിൽ, സ്വാതന്ത്ര്യം എന്നിവയുടെ ഇല്ലായ്മയും അത്യാവശ്യ സാധനങ്ങളുടെ ദൗർലഭ്യതയെയും ഉളവാക്കുന്ന അവസ്ഥയെയാണ് പോവർട്ടി അഥവാ ദാരിദ്ര്യം എന്ന് പറയുന്നത്. എന്തായിരിക്കും ഈ അഷ്ടദാരിദ്ര്യം? ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ആദ്യം അഷ്ട ഐശ്വര്യങ്ങൾ എന്താണെന്ന് അറിയണം. ഓരോ ജീവിതത്തിലെയും 8 സൗഭാഗ്യങ്ങളെയാണ് അഷ്ടൈശ്വര്യം എന്ന് പറയുന്നത്. അവ ഏതൊക്കെയെന്ന് നോക്കാം. 1 ആരോഗ്യം, 2 ധനം, 3 ഐശ്വര്യം, 4 പേരക്കുട്ടികൾ, 5 വിജയം, 6 ദീർഘായുസ്, 7 കീർത്തി, 8 മനസ്സമാധാനം. ഈ 8 ഭാഗ്യങ്ങളുടെ അഭാവം തന്നെയാകും തീർച്ചയായും അഷ്ടദാരിദ്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഷ്ടദാരിദ്ര്യം എന്നത് 8 തരം ദാരിദ്ര്യങ്ങളെ അല്ലെങ്കിൽ കഷ്ടപ്പാടുകളെ സൂചിപ്പിക്കുന്നു. വേദഗ്രന്ഥങ്ങളിൽ അഷ്ടദാരിദ്ര്യം എന്ന ആശയം ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വളർച്ചയും ക്ഷേമത്തിനും തടസ്സമാകുന്ന വിവിധ തരത്തിലുള്ള ആത്മീയവും ഭൗതികവുമായ ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തേത് ജ്ഞാന ദാരിദ്ര്യം, അതായത് അറിവിന്റെ ദാരിദ്ര്യം. ഇതിൽ ആത്മീയവും ദാർശനികവുമായ ധാരണയുടെ അഭാവം, യഥാർത്ഥ ജ്ഞാനത്തിന്റെയും ആത്മജ്ഞാനത്തിന്റെയും അഭാവം, ഒരാളുടെ യഥാർത്ഥ സ്വഭാവത്തെയും കഴിവിനെയും കുറിച്ചുള്ള അജ്ഞത, ഇവയെല്ലാം ഉൾപ്പെടുന്നു. രണ്ടാമത്തേതാണ് ധർമ്മ ദാരിദ്ര്യം, അതായത് നീതിയുടെ ദാരിദ്ര്യം. ഇതിൽ ധാർമ്മികമായ തത്വങ്ങളുടെ അഭാവം, നീതിമാർഗവും ധാർമ്മിക പെരുമാറ്റവും പിന്തുടരാനുള്ള കഴിവില്ലായ്മ, ആത്മീയ മൂല്യങ്ങളുടെയും സദ്ഗുണങ്ങളുടെയും അഭാവം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. മൂന്നാമത്തെ ദാരിദ്ര്യമാണ് ദയാ ദാരിദ്ര്യം, അതായത് അനുകമ്പയുടെ ദാരിദ്ര്യം. ഇതിൽ മറ്റുള്ളവരോട് സഹാനുഭൂതിയും ദയയും ഇല്ലാതിരിക്കൽ, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വികാരങ്ങളുടെ അഭാവം, സഹജീവികളെ മനസ്സിലാക്കാനും പിന്തുണയ്ക്കാനുമുള്ള കഴിവില്ലായ്മ, ഇവയെല്ലാം ഉൾപ്പെടുന്നു. നാലാമത്തേത് സംസ്കൃത ദാരിദ്ര്യം, അതായത് സംസ്കാരത്തിന്റെ ദാരിദ്ര്യം. ഇതിൽ സാംസ്കാരിക പരിഷ്കരണത്തിന്റെയും ആത്മീയ മൂല്യങ്ങളുടെയും അഭാവം, പരമ്പരാഗതമായ അറിവിന്റെയും സാംസ്കാരിക ധാരണയുടെയും അഭാവം, അതുപോലെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തിൽ നിന്നുള്ള വിച്ഛേദനം, ഇവയെല്ലാം ഉൾപ്പെടുന്നു. ഇനി അഞ്ചാമത്തേതാണ് വിദ്യാ ദാരിദ്ര്യം, അതായത് വിദ്യാഭ്യാസത്തിന്റെ ദാരിദ്ര്യം. ഇതിൽ ഔപചാരികവും ആത്മീയവുമായ പഠനത്തിന്റെ അഭാവം, ഭൗതികവും ആത്മീയവുമായ വളർച്ചയുടെ അഭാവം, ജീവിതത്തിന്റെ ആഴമേറിയ അർത്ഥത്തെക്കുറിച്ചുള്ള പരിമിതമായ ധാരണ, ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ആറാമത്തെ ദാരിദ്ര്യമാണ് ധന ദാരിദ്ര്യം, അതായത് സമ്പത്തിന്റെ ദാരിദ്ര്യം. ഭൗതിക സാമ്പത്തിക ദൗർലഭ്യം, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള വിഭവങ്ങളുടെ അഭാവം, ഇവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഏഴാമത്തേതാണ് ആചാര്യ ദാരിദ്ര്യം, അതായത് ആത്മീയ മാർഗദർശനത്തിന്റെ ദാരിദ്ര്യം. ശരിയായ ഒരു ആത്മീയ ഉപദേഷ്ടാവിന്റെയോ വഴികാട്ടിയുടെയോ അഭാവം, ശരിയായ ആത്മീയ നിർദ്ദേശത്തിന്റെ അഭാവം, യഥാർത്ഥ ആത്മീയ ജ്ഞാനത്തിലേക്കുള്ള പ്രവേശനമില്ലായ്മ, ഇവയെല്ലാമാണ് ആചാര്യ ദാരിദ്ര്യത്തിൽ ഉൾപ്പെടുന്നത്. എട്ടാമത്തെ ദാരിദ്ര്യമാണ് ശ്രദ്ധാ ദാരിദ്ര്യം, അതായത് വിശ്വാസത്തിന്റെ ദാരിദ്ര്യം. ആത്മീയ വിശ്വാസത്തിന്റെ അഭാവം, ഭക്തിയുടെയും പ്രതിബദ്ധതയുടെയും അഭാവം, പരിമിതമായ ആത്മീയ ബോധ്യവും സമർപ്പണവും ശ്രദ്ധാ ദാരിദ്ര്യത്തിൽ ഉൾപ്പെടുന്നു. ഇതൊക്കെയാണ് വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള അഷ്ടദാരിദ്ര്യങ്ങൾ. ദാരിദ്ര്യം എന്നത് ഭൗതിക സമ്പത്തിനെ മാത്രമല്ല, ആത്മീയ, ഭൗതിക, വൈകാരിക,
സാംസ്കാരിക വശങ്ങൾ ഉൾപ്പെടെ മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ വിവിധ മാനങ്ങളെ ഉൾക്കൊള്ളുന്നുവെന്ന ഈ ആശയം ഇതിൽ എടുത്തു കാണിക്കുന്നു. പലപ്പോഴും പണം, ആരോഗ്യം, സന്താനം, വിദ്യാഭ്യാസം, ഭവനം എന്നിവയുടെ കുറവുകളെയാണ് ദാരിദ്ര്യത്തിൽ ഉൾപ്പെടുത്തുന്നത്. അഷ്ടദാരിദ്ര്യം സാധാരണയായി കുലദാരിദ്ര്യം, അതായത് നല്ല കുടുംബ പാരമ്പര്യം ഇല്ലാതിരിക്കുക. രണ്ടാമത്തേത് ധനദാരിദ്ര്യം, അതായത് പണത്തിന്റെ കുറവ്. മൂന്നാമത്തേത് പുത്രദാരിദ്ര്യം, അതായത് മക്കളില്ലായ്മ അല്ലെങ്കിൽ മക്കളുടെ ദുഃഖം, അതുമല്ലെങ്കിൽ മക്കൾ കാരണമുണ്ടാകുന്ന ദുഃഖം. നാലാമത്തേത് പൂജാരി ദാരിദ്ര്യം, അതായത് പൂജകൾ, ക്ഷേത്രകാര്യങ്ങൾ എന്നിവ ചെയ്യാൻ ആളില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ സൗകര്യമില്ലായ്മ. അഞ്ചാമത്തേതാണ് നരദാരിദ്ര്യം, അതായത് സഹായത്തിന് ആളുകളില്ലാത്ത അവസ്ഥ, ഒറ്റപ്പെടൽ. ആറാമത്തെ ദാരിദ്ര്യമാണ് ബോധ ദാരിദ്ര്യം, അതായത് അറിവില്ലായ്മ, വിവേകമില്ലായ്മ. ഏഴാമത്തെ ദാരിദ്ര്യമാണ് രോഗദാരിദ്ര്യം, അതായത് രോഗങ്ങൾ പിടിപെടുക, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുക. എട്ടാമത്തെ ദാരിദ്ര്യമാണ് ഭാഗ്യമില്ലായ്മ. ഈ അവസ്ഥകളെ ജീവിതത്തിൽ നിന്ന് അകറ്റാനും അതുപോലെ വരാതിരിക്കാനും വേണ്ടി വരാഹി ദേവിയെയും അഷ്ടലക്ഷ്മിമാരെയും പൂജിക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു. ദാരിദ്ര്യനാശനത്തിനായും കാര്യസിദ്ധിക്കായും ധനാഗമനത്തിനും വേണ്ടി ജപിക്കേണ്ട അതിശക്തമായ വരാഹി ദേവിയുടെ ഒരു മന്ത്രത്തെ ഞാൻ പറഞ്ഞു തരാം. മന്ത്രം ഇതാണ്: ഓം ഹ്രീം വാരാഹി സർവകാര്യസിദ്ധിപ്രദായിനി ദാരിദ്ര്യനാശിനി ധനപ്രദായിനി സ്വാഹ. ഒരിക്കൽ കൂടി പറയാം, കേട്ടോളൂ. ഓം ഹ്രീം വാരാഹി സർവകാര്യസിദ്ധിപ്രദായിനി ദാരിദ്ര്യനാശിനി ധനപ്രദായിനി സ്വാഹ. ഈ മന്ത്രത്തെ ജപിക്കുന്ന വഴി ജീവിതത്തിലെ ദാരിദ്ര്യം ഇല്ലാതാകുകയും ധനസമ്പത്ത്, ഐശ്വര്യം, ശാന്തി, സമാധാനം എന്നിവയെല്ലാം ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യുന്നു. നിത്യവും പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷം, സ്ഫടികം, രക്തചന്ദനം, തുളസി എന്നിവയിൽ ഏതെങ്കിലും ഒരു ജപമാല ഉപയോഗിച്ച് 108 തവണ വീതം ജപിക്കുക. വിശ്വാസത്തോടെ ഈ മന്ത്രത്തെ ജപിക്കുകയാണെങ്കിൽ വരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും, തീർച്ച. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവന്റെ പേരൊന്ന് കമന്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.